വഴിക്കടവ് വെള്ളക്കെട്ടയിൽ വൈദ്യുതാഘാതമേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ ഗൂഢാലോചന നടന്ന വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് യുഡിവൈഎഫ് പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധം നടത്തി. തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം കത്തിച്ചു. വഴിക്കടവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സമയത്ത് വനംവകുപ്പ് മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയായിരുന്നുവെന്ന് യോഗത്തിൽ സംസാരിച്ച നജീബ് കാന്തപുരം എംഎൽഎ, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ എന്നിവർ പറഞ്ഞു. ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ മന്ത്രിയെ തെരുവിൽ തടയുമെന്നും ഇവർ പറഞ്ഞു. ഇനിയൊരാൾക്കും ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടുകൂടാ. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെ വോട്ടർമാരോട് മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിലമ്പൂരിൽ നഷ്ടപ്പെട്ടു. ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവൻ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഈ നാട്ടുകാർക്ക് നിലമ്പൂരിൽ അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ ഷോക്കടിച്ചത്, അതായത് KSTBയുടെ ലൈനിൽ നിന്ന് അനധികൃതമായി കരണ്ടെടുത്തുകൊണ്ട് സ്ഥാപിച്ച പെൻസിലിൽ കാൽ കൊണ്ട് അതിന്റെ ശരീരം ചുറ്റുന്നതിന്റെ ഭാഗമായി ഷോക്കടിച്ചിട്ടാണ് ആ കൊച്ചിനെ. ഒപ്പം പോയിരുന്ന ആ അനന്തുവിന്റെ കൂട്ടുകാർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്ര വലിയ ഒരു ദുരന്തം ഈ നാട്ടിൽ നടന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ, ജനപ്രതിനിധികളൊക്കെ അവധാനതയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നതാണ്. ഞങ്ങൾ രാഷ്ട്രീയ യുദ്ധമാണ് നടത്തുന്നത്. ഒരു ഭാഗത്ത് ഏകാധിപതിയായ മുഖ്യമന്ത്രിയും മറുഭാഗത്ത് ജനങ്ങളുമാണ്. ഈ മരണത്തെപ്പോലും മന്ത്രിയടക്കമുള്ളവർ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. നിലമ്പൂരിന്റെ സാധാരണ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും കേന്ദ്രവും കേരളവും ഒത്തുകളിക്കുകയാണെന്നും LDF പ്രതികരിച്ച രീതി ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ഏകാധിപത്യത്തിനെതിരായ ഈ നിലപാടിനെ തടയുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. വിദ്യാർത്ഥിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടനെ ശനിയാഴ്ച രാത്രി UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ KNG റോഡ് ഉപരോധിച്ചുള്ള സമരം നടത്തിയിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.